എഴുതുകയാണ് ആളുകൾ മുന്നേ ഒരു പ്രോപ്പറായിട്ട് തെളിവുകളില്ലെങ്കിൽ പോലും ആളുകളുടെ മനസ്സിലാവും അവരെന്തുണ്ട് ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഫേക്ക് അലിഗേഷൻസ് ഒരു ലേഡി അത് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ഓക്കെ ഞാൻ അവൻ്റെ കരിയർ സ്പോയിൽ ചെയ്തു ഇനി അവൻ കഴിഞ്ഞു എന്നൊരു ആ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലോ അത് എവിടെയാണ് അതിൽ ഇക്വാലിറ്റി? വേർ ഇസ് എ ജസ്റ്റിസ് ദേർ? ജസ്റ്റിസ് ഡിനൈഡ് ആൻഡ് ജസ്റ്റിസ് ഡിലൈഡ് എല്ലാം അല്ലേ? ഇക്വാലിറ്റി അവിടെ ഇല്ല ആക്ച്വലി. ശരിക്കും ഇപ്പം നിവിൻ പോളി അന്ന് ചെയ്ത ഒരു ലൈക്ക് ആളതിന് റിയാക്ട് ചെയ്ത രീതി വളരെ നമുക്ക് മാതൃകാപരമാണ്. കാരണം ആൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നു, ആൾ അതിന് ലീഗലായിട്ട് പോകുമെന്ന് പറയുന്നു. അത് മാതൃകാപരമാണെന്ന് പറയുമ്പോൾ ഹി ഹാവ് മണി അല്ലെങ്കിൽ ഹി ഹാവ് ഫെയിം, അല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആൾക്ക്, അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ആൾ അത്രയും ലൈം ലൈറ്റിൽ വന്ന് പറഞ്ഞത്. സാധാരണ ആളുകൾക്കെതിരാണ് ഈ അലിഗേഷൻസ് വരുന്നുണ്ടെങ്കിൽ എത്ര പേര് അങ്ങനെ തളർന്നു പോവില്ലേ? എത്ര പേര് പ്രസ് മീറ്റ് വിളിക്കാൻ പോകും, എത്ര പേര് പോലീസിന്റെ അടുത്ത് പോകും, എത്ര പേര് ഇതിന്റെ പിന്നാലെ പൈസ ചെലവാക്കണം എന്ന് ആലോചിച്ച് മിണ്ടാണ്ടിരിക്കും. നാണക്കേട് വിചാരിച്ചിട്ടും എല്ലാം കൊണ്ടും പലരും അത് ഒരാളുടെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യാൻ ഒരാളിങ്ങനെ വിചാരിച്ചാൽ മതി. എസ്പെഷ്യലി ഓൺ സ്ക്രീനിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനും അത് ബാധകമല്ലേ?